ശ്രീ എസ് കെ സജീഷ്, ഇന്നിപ്പോ എക്സൈസ് മന്ത്രി ശ്രീ എം പി രാജേഷ് DGPക്ക് ഈ വിവരം അന്വേഷിക്കണം, ഈ വിവാദം അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയിട്ടുണ്ട്. ഗൂഢാലോചന അന്വേഷിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. ആരായിരിക്കാം ഈ ഗൂഢാലോചന നടത്തിയത്? മാധു, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ നേരത്തെ ഇവിടെ പ്രതിപക്ഷ നേതാവും മറ്റും സൂചിപ്പിക്കുന്നത് പോലെ ഇവിടെ ഡ്രൈ ഡേ പിൻവലിക്കാനോ ബാറുകളുടെ സമയം കൂട്ടാനോ എന്തെങ്കിലും വിഷയത്തിൽ ഒരു പ്രാഥമിക ആലോചന പോലും നടക്കാത്ത ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രാഥമികമായ കാര്യങ്ങൾ പോലും ചർച്ച ചെയ്യാത്ത ഒരു വിഷയത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി ചില മാധ്യമങ്ങളെല്ലാം ചില വാർത്തകളെല്ലാം സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, ചില ഊഹാപോഹങ്ങൾ സൃഷ്ടിക്കുക. അതിൻ്റെ ഭാഗമായി ആരെങ്കിലും എന്തെങ്കിലും ആക്ഷേപം ഉന്നയിച്ച് ഈ സർക്കാരിനെ അവമതിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ വളരെ കൃത്യമായി ഈ സർക്കാരിനെ അപമതിക്കാനുള്ള ഗൂഢാലോചനയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു കാര്യം വന്ന സമയത്ത് തന്നെ മന്ത്രിയുടെ ഓഫീസ്, എക്സൈസ് മന്ത്രിയുടെ ഓഫീസ് DGPക്ക് ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പരാതി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. വാർത്തകളിൽ വന്ന കാര്യങ്ങൾ തന്നെ പരിശോധിച്ചാൽ അറിയാം, അതിനൊരു വ്യക്തതയില്ല എന്ന് റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടർമാരുൾപ്പെടെ, ഞാൻ മാതൃഭൂമിയിലെ റിപ്പോർട്ടറാണ് കേട്ടിരുന്നത്, അതുൾപ്പെടെ രാവിലെ നിങ്ങളുടെ വാർത്ത സംരക്ഷണം ചെയ്യുമ്പോൾ ഇതിൽ ഒരു വ്യക്തതയൊന്നും എന്തെങ്കിലും കൃത്യതയായി പറയാൻ വേണ്ടി കഴിയില്ല എന്ന് ആ റിപ്പോർട്ടിനകത്ത് തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു കാര്യത്തെ വെച്ചുകൊണ്ട് വളച്ചൊടിക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ബാർ ഉടമകൾക്കോ ബാറിനോ അനുകൂലമായ ഒരു നിലപാടും ഈ സർക്കാർ സ്വീകരിച്ചിട്ടില്ല. ഈ സർക്കാർ അധികാരത്തിൽ വന്ന തുടക്കം മുതൽ തന്നെ പരിശോധിച്ചാൽ, ഒന്നാം സർക്കാരിൻ്റെ കാലം മുതൽ പരിശോധിച്ചാൽ ബാർ ലൈസൻസ് ഫീസ് ഉൾപ്പെടെ കുത്തനെ വർദ്ധിപ്പിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. UDFൻ്റെ കാലത്ത് 2016 ഘട്ടത്തിൽ 23 ലക്ഷമാണ് ബാർ ലൈസൻസിന് നൽകേണ്ടിയിരുന്നതെങ്കിൽ അവരാകെ അവരുടെ കാലഘട്ടത്തിൽ 1 ലക്ഷം രൂപയാണ് ആ ഫീസ് വർദ്ധിപ്പിക്കാൻ തയ്യാറായിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ LDF അധികാരത്തിലിരിക്കുമ്പോൾ 35 ലക്ഷം രൂപയാണ് ബാർ ലൈസൻസിന് വർദ്ധിപ്പിച്ചുള്ളത്. അത് ബാർ ഉടമകൾക്ക് അനുകൂലമല്ലല്ലോ. 8 വർഷം അതെ, 12 ലക്ഷം വർദ്ധിപ്പിച്ചു. 35 ലക്ഷം രൂപയാണ് ഇപ്പോൾ ലൈസൻസ് ഫീസ്. ആ 12 ലക്ഷം എന്ന് പറയുമ്പോൾ ഏതാണ്ട് പകുതിയിലധികം തുകയാണ് വർദ്ധിപ്പിക്കുന്നത് എന്ന് കാണാൻ വേണ്ടി കഴിയും. ഈ നിലയിലുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. 50% വർധനവ് വരുത്തിക്കൊണ്ട് ഒരു തരത്തിലും ഇവരെ സഹായിക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, UDF അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു, അതുകൊണ്ട് ആ രീതിയിലായിരിക്കും എക്കാലവും എന്ന് വിലയിരുത്തിക്കൊണ്ടുള്ള അഭിപ്രായമാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ അങ്ങോട്ട് ചോദിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, ശരി, വിവാദത്തെ തള്ളിക്കളയുക എന്നുള്ളതാണ് പാർട്ടിയുടെയും സർക്കാരിന്റെ നയം എന്നിരിക്കലും, ശ്രീ എസ് കെ സജീഷ്, നമ്മൾ ഈ പറയുന്ന പുറത്തു വന്ന ഇടുക്കിയിലെ ബാർ ഹോട്ടൽ ഉടമകളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്ന ഒരു ഓഡിയോ, അനിമോന്റേത്, ഇടുക്കി ജില്ലാ പ്രസിഡന്റിന്റേത്, ആ ഓഡിയോ അവർക്ക് നിഷേധിക്കാൻ കഴിയുന്നില്ല. നമുക്കറിയാം, ഒരു വാട്സാപ്പ് ഗ്രൂപ്പിനുള്ളിലേക്ക് ആഡ് ചെയ്യുന്നത് ഓരോരുത്തരുടെ നമ്പറാണ്, അവർ ഔദ്യോഗികമായി ഉപയോഗിക്കുന്ന നമ്പറാണ്, അത് നിഷേധിക്കാൻ കഴിയില്ല. ഇങ്ങനൊരു ആവശ്യം ഒരു ഗ്രൂപ്പിൽ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ മാതൃഭൂമി ന്യൂസിന് അയച്ചു കിട്ടിയ ഒരു ഓഡിയോ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ മാധ്യമങ്ങളുടെ ഗൂഢാലോചന എന്ന് പറയാം. മാതൃഭൂമി മാത്രമല്ല, മറ്റേതൊരു മാധ്യമ സ്ഥാപനത്തിലേക്കും വന്ന ഒരു ഓഡിയോ മറ്റാരും അത് കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല എന്നാണെങ്കിൽ അത് മാധ്യമങ്ങളുടെ ഗൂഢാലോചന എന്ന് പറയാം. ഇതിപ്പോൾ അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം ഞാൻ ആ ഗൂഢാലോചന ആരുടേതെന്ന് ചോദിച്ചപ്പോൾ അങ്ങ് മാധ്യമങ്ങളെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. മന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഗൂഢാലോചന അന്വേഷിക്കണമെന്നാണ്. സർക്കാർ അല്ലെങ്കിൽ പാർട്ടി വിലയിരുത്തുന്നത് ആര് നടത്തിയ ഗൂഢാലോചനയാണെന്നാണ്. ഒരു കാര്യം, കുറേ നാളുകളായി പല പല വിഷയങ്ങളിൽ ഈ സർക്കാരിനെ അപമതിക്കാനുള്ള നിരവധിയായ ഗൂഢാലോചനകൾ നടത്തിയിട്ടുണ്ട്. അത്തരം ഗൂഢാലോചനകളിൽ ഒന്ന് തന്നെയാണ് ഇത് എന്ന കാര്യത്തിലും തർക്കമില്ല. ഇവിടെ ബാർ ഉടമകളുടെ സംഘടന, സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെ പറഞ്ഞിട്ട് ഇയാൾ ആ സംഘടനയുടെ ഭാഗമായി ഇപ്പോൾ ഉത്തരവാദിത്വത്തിലൊന്നും നിൽക്കുന്നയാളല്ല. ഏതെങ്കിലും പണം കൊടുത്തിയാൽ ഞാൻ പണം കൊടുത്തു എന്നും പറയുന്നതായിട്ട് ഇതിൽ പറയുന്നില്ല. അവരുൾപ്പെടെ നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതൊന്നും നമ്മുടെ വിഷയമല്ല. കാരണം UDF കാലത്തെ പോലെ ഇത് കേവലമായ ഒരു പണം വാങ്ങിയതിൻ്റെ കൃത്യമായ രേഖയും തെളിവും വെച്ച് ആ കാലത്ത് പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ ആളുകളുടെ പേരെടുത്ത് പറയുന്ന സാഹചര്യമൊന്നും ഇതിനകത്തുണ്ടായിട്ടില്ല. ഇത് അവരുടെ ഒരു ഓഡിയോ ക്ലിപ്പ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഓഡിയോ ക്ലിപ്പാണ്. അതിനപ്പുറത്തേക്ക് ഇതിൽ ഒന്നും കാണാൻ വേണ്ടി കഴിയില്ല. അതിൻ്റെ വിശ്വാസ്യത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല എന്നുള്ളൊരു വസ്തുതയാണ്. UDFൻ്റെ കാലത്താണെങ്കിൽ കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന അടൂർ പ്രകാശിൻ്റെ മകളുടെ ഭർത്താവിൻ്റെ അച്ഛൻ തന്നെയാണല്ലോ, കോൺഗ്രസിൻ്റെ നേതാവ് തന്നെയാണല്ലോ പണം നേരിട്ട് കൊടുത്തു എന്നല്ല ആക്ഷേപം ഉന്നയിക്കുന്നത്.
ആക്ഷേപം ഉന്നയിക്കുകയും അത് അന്വേഷണത്തിൽ മുന്നോട്ട് പോവുകയും എല്ലാം ചെയ്ത് നമുക്ക് അറിയാവുന്ന ശരി കാര്യമാണ്. ശരി ശ്രീ എസ് കെ സജീഷ് അന്ന് ആ വിവാഹം കഴിഞ്ഞിരുന്നില്ല എന്നതുകൂടി ഞാൻ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ശരി ശ്രീ എസ് കെ സജീഷ് ഞാൻ അങ്ങനെയൊക്കെ വരാം. ശ്രീ വിവാഹം ഉറപ്പിച്ച സമയത്താണ് മധു, ഓക്കേ. വിവാഹം ഉറപ്പിച്ച സമയത്താണ്, അത് മറന്നുകൊണ്ട. ശരി. നമുക്ക് ഇതൊക്കെ നല്ല ഓർമ്മയുണ്ട്. ശരി ഒരു വശത്ത് ഈ വിവാദവും നടക്കുന്നു, മറ്റൊരു വശത്ത് അല്ല ഒരു കുടുംബകാര്യം എടുത്തിട്ടുകൊണ്ട് പറഞ്ഞതാണ് അന്ന് അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ്. ശരി ഒരു കുടുംബകാര്യം എടുത്തിട്ടുകൊണ്ട് പറഞ്ഞാണ് വിവാഹം അതിന് ശേഷമാണ് ഉണ്ടായതെന്ന് ഞാൻ പറഞ്ഞു ആ എന്നേ ഉള്ളൂ. ബന്ധുത്വം അല്ല, ആ ബന്ധുത്വം ഇപ്പോഴും വളരെ പ്രശസ്തമാണ്. അദ്ദേഹം മത്സരിക്കുമ്പോൾ അടൂർ പ്രകാശ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ കോളനിയിൽ പണം കൊടുക്കാൻ വേണ്ടി പോയതും ഇതേ അത്തരം ആരോപണങ്ങളും ആള് തന്നെയാണ്, ശരി ശരി മുതലാളി തന്നെയാണ് എന്ന് ശരി നമ്മൾ ശ്രീ എസ് കെ കണ്ടിട്ടുള്ളതാണ്. സജീഷ്